താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും വിവാദങ്ങൾ പുകഞ്ഞു കത്തുകയാണ്. മെമ്മറി കാർഡ് വിവാദത്തിൽ പരാതികളും ആരോപണങ്ങളും തുടരുന്നു. തിയോഫിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ രണ്ടുപേർക്കുമെതിരെയുള്ള പരാതികൾ മാത്രമേ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ അതുമാത്രമാണ് പരാതികൾ, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്ന് ധരിച്ചു വെക്കാതെ വയ്യ. കാരണം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ, ഇതിനോടകം തന്നെ അമ്മയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ വാർത്തകളായി വന്നതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അത് കൂടുതൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ പറയുന്ന വിഷയങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. കുക്കു പരമേശ്വരനെതിരെയുള്ള പരാതി എന്ന് പറയുന്നത് ആ മെമ്മറി കാർഡ് കാണാനില്ല. വനിതാ അംഗങ്ങൾ പരാതി പറഞ്ഞ യോഗത്തിൻ്റെ വീഡിയോ ചിത്രീകരിച്ച മെമ്മറി കാർഡാണ്. വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഉത്തരവാദിത്തത്തോടു കൂടി അത് സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ അത് കാണുന്നില്ല എന്നുള്ള ഒരൊറ്റ വരിയിൽ മാത്രം കുക്കു പരമേശ്വരൻ ഒഴിഞ്ഞു മാറാനാകുന്നില്ല. അതുപോലെ തന്നെയാണ് ശ്വേതാ മേനോനെതിരെ വരുന്ന പരാതികളും. വിനിഷ, തീർച്ചയായും അതായത് വലിയൊരു ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണിത്. പക്ഷെ നേരത്തെ തന്നെ പലതവണ വനിതാ സിനിമാ പ്രവർത്തകർ ഇത്തരത്തിൽ പരാതി പറയുകയും ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നതാണ്. കാരണം ഒരിടയ്ക്ക് വെച്ചാണ് ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് അത് കൈമോശം വന്നുപോയി, കാണാനില്ല എന്ന പ്രതികരിക്കുന്നത്. കാരണം ഇവരുടെ ഒരു യോഗം നടക്കുന്നത്, വനിതാ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഇത്തരത്തിലൊരു യോഗം നടക്കുകയും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് കുക്കു പരമേശ്വരനായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് അന്നൊരു വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഒറ്റക്കെട്ടായി എല്ലാവർക്കും കാരണം മീട്ടു ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയായിരുന്നു ഇത്. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻപ് ആ സമയത്ത് ആ യോഗം ചേർന്ന് ഇതിനകത്ത് ഓരോരുത്തരും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അങ്ങനെ അത്തരം ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ആരിൽ നിന്നെല്ലാം എവിടെ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയുകയും അത് പരസ്പരം അറിയിക്കുകയും ചെയ്യുക, അതിനെതിരെ ഒരു പ്രതിരോധം രൂപപ്പെടുത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യം ആണ് മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായി നടത്തിയ യോഗത്തിൽ ക്യാമറ കൊണ്ടുവന്ന് ഇവർ പറയുന്നത്, വനിതാ സിനിമാ പ്രവർത്തകരും വനിതാ നടികളൊക്കെ താരങ്ങളും ഉൾപ്പെടെയുള്ളവർ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് അത് സൂക്ഷിക്കാനുള്ളതായിരുന്നു. ഒരു തെളിവായിട്ട് വേണം. കാരണം ഈ ക്യാമറ വന്നപ്പോൾ തന്നെ പലരും ചോദിച്ചതാണ് എന്തിനാണ് ഈ ക്യാമറ എന്ന്. അങ്ങനെയാണ് കുക്കു പരമേശ്വരൻ തന്നെയാണ് പറഞ്ഞത്, ഇത് നമുക്കൊരു തെളിവായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, ഭാവിയിൽ ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അത് റെക്കോർഡ് ചെയ്യുന്നു. അതിലാരും എതിർപ്പ് രേഖപ്പെടുത്തിയില്ല. എല്ലാവരും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു. പലരും തങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായ ദുരനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടായി എന്നറിയുന്നത് ഇങ്ങനെ ഒരു യോഗത്തിൽ വെച്ചാണ്. അങ്ങനെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചെയ്തു. അപ്പോൾ ഇത് കോൺഫിഡൻഷ്യലാണ്, പുറത്തുവിടാൻ കഴിയുന്ന ഒരു സാധനമല്ല. പക്ഷേ ഇപ്പോൾ പിന്നീട് ഇത് കാർഡ് കാണാനില്ല എന്ന് പറയുകയും ചെയ്തു. കുക്കു പരമേശ്വരൻ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ പൊന്നമ്മ ബാബുവാണ് ആദ്യം പരസ്യമായി തന്നെ ഈ പരാതി ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. അതിനുശേഷം പ്രിയങ്ക വന്നു, പിന്നീട് ഉഷ വന്നു. അപ്പോൾ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം വരാനുള്ളൊരു കാരണം അടുത്ത കാലത്തായി ഈ യോഗത്തിൽ വെച്ച് ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇത് ആരോ ചോർത്തി കൊടുത്തതാണെന്നൊരു സംശയം വന്നത്. അങ്ങനെയെങ്കിൽ ഈ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടെന്ന സംശയം വരുന്നു. അതുകൊണ്ടാണ് പ്രധാനമായി തന്നെ ഈ മെമ്മറി കാർഡ് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ അത് കണ്ടെത്തണം എന്ന ആവശ്യം പല വനിതാ താരങ്ങളും ഉന്നയിക്കാൻ തുടങ്ങിയത്. അതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. അതോടുകൂടിയാണ് തന്നെയുമല്ല ഒരുപാട് പരാതി, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ പല ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ കുക്കു പരമേശ്വരൻ ആദ്യം പ്രതികരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് ആരോപണങ്ങളുമായി പല താരങ്ങളും രംഗത്ത് വന്നത്. അതിനുശേഷമാണ് പിന്നീട് പരാതികളാവുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരാതി കൊടുക്കുകയും, കാരണം നഷ്ടപ്പെട്ട മെമ്മറി കാർഡ് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പരാതി വരുന്നു, കുക്കു പരമേശ്വരനെതിരെ വരുന്നു. അതിനെ പ്രതിരോധിക്കാനായി അവർ DGPക്ക് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നു. അങ്ങനെയുള്ള പരാതികളായി മുന്നോട്ട് പോകുന്നു. മറ്റൊരു വശത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നുവെന്ന് കണ്ടപ്പോൾ ശ്വേതാ മേനോനെതിരെ ഒരു ആരോപണവുമായി, അതായത് ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തി ഒരു പരാതി നൽകുന്നു. തന്നെയുമല്ല, അത് വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച സിനിമകളും പരസ്യചിത്രങ്ങളുടെയും ഒക്കെ പേരിലാണ്. അത് ആളുകളെ വഴിതെറ്റിക്കുന്നു. ഇത്തരം ചിത്രങ്ങൾ ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അതുമൂലം പല സൈറ്റുകളിലും ഈ ദൃശ്യങ്ങൾ വരുന്നത് കൊണ്ട് സാമ്പത്തിക നേട്ടം അവരുണ്ടാക്കുന്നുണ്ടെന്നൊക്കെ ആരോപിച്ച് വലിയൊരു ആരോപണം
ശ്വേതാ മേനോൻ ഉന്നയിച്ചു. എന്തായാലും കോടതി അവർക്ക് അനുകൂലമായ നടപടി സ്വീകരിച്ചത് ആശ്വാസകരമാണ്. ഈ വിഷയത്തിൽ ഇന്നലെ സംവിധായകൻ വിനയൻ പ്രതികരിച്ചിരുന്നു. ശ്വേതാ മേനോനെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. സിനിമാ മേഖലയെ നശിപ്പിക്കാൻ ആലോചിക്കുന്നവരാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതെന്നും വിനയൻ തിയോഫിൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്ക് വിനയന്റെ ആ പ്രതികരണം കണ്ട് ഞാൻ തിയോഫിനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം. തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ വന്നില്ലെങ്കിൽ സംഘടന തകരുമെന്ന സംവിധായകൻ വിനയൻ പറഞ്ഞു. കാണാം പ്രതികരണം. സിനിമാ രംഗം ആകെ കുളമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ആണ് ഇത്തരം കേസുകളൊക്കെ ശ്വേതയുടെ പേരിൽ കൊടുത്തത്. അതിൻ്റെ യാതൊരു അതിൻ്റെ ഒരു മാന്യത പോട്ടെ, നിയമപരമായിട്ടുള്ള യാതൊരു വിധ അവസ്ഥാന്തരവും ഇല്ലാത്ത ഒരു കേസ് കുത്തിപ്പൊക്കി അവരെ മോശക്കാരിയാക്കുക, അതൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പാകില്ല. അതിപ്പോൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കലാകാരന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് അമ്മയുടെ ഒരു അവസ്ഥ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയുടെ നേതൃത്വത്തിലോട്ട് അമ്മയെ നിയന്ത്രിക്കാൻ മോഹൻലാലോ മമ്മൂട്ടിയോ വരണം. വന്നില്ലെങ്കിൽ വലിയ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ് തിയോഫിൻ, വിനയന്റെ പ്രതികരണം നമ്മൾ കണ്ടു. ശ്വേതയ്ക്കെതിരെ ഉയർന്നു വന്ന പരാതിയെ തള്ളിക്കളയുകയാണ് വിനയൻ. മോഹൻലാലോ മമ്മൂട്ടിയോ ആരെങ്കിലും ഒരാൾ അവിടെ ആ സ്ഥാനത്തേക്ക് വരണം. അപ്പോഴും ശ്വേത പ്രസിഡന്റായി മത്സരിക്കുന്നതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് ശ്വേതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയരുമ്പോൾ ഏതായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് അനുകൂലമായ ഉത്തരവുണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അമ്മയിലെ അസ്വാരസ്യങ്ങൾ അത് പുറത്തേക്ക് വരികയാണ്. പരാതിയായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം അത് നിയമ നടപടികളിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രിക്ക് പരാതിയായി ലഭിക്കുന്നു, DGPക്ക് പരാതിയായി നൽകുന്നു. മറുപുറത്ത് കുക്കു പരമേശ്വരനെതിരെ ആക്ഷേപം ഉന്നയിച്ച ഒരു വിഭാഗം വനിതാംഗങ്ങൾ പരാതി നൽകുന്നു. അതിന് മറുപരാതിയുമായി കുക്കു പരമേശ്വരൻ വരുന്നു. കുക്കുവിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും വലിയ രീതിയിലുള്ള പരസ്യ പ്രതികരണങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഓഗസ്റ്റ് 15-ന് അമ്മ ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ വിവാദങ്ങൾ ഒക്കെ ഉണ്ടായി വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. വിനിഷ, തീർച്ചയായും. പക്ഷേ നമുക്ക് ആ വിനയൻ പറഞ്ഞതിനോട് വിനിഷ സൂചിപ്പിച്ചതിൽ ഒരു പക്ഷേ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഈ ശ്വേതാ മേനോൻ നേതൃനിരയിലേക്ക് വരുന്നതിനോട് എതിർപ്പാണെന്ന്. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ശ്വേതാ മേനോനെ അനുകൂലിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ മറ്റുള്ളവർ വരുമ്പോൾ പല ആരോപണങ്ങളും പരാതികളുമായി രംഗത്ത് വരികയും അവരെ തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. അവിടെ പക്ഷേ അതുകൊണ്ടാണ് അദ്ദേഹം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കാര്യം പറയുന്നത്. കാരണം ഏതൊരു പ്രതിസന്ധിയിലും ശക്തമായി നിൽക്കാൻ കഴിവുള്ളവർ, ഒരു നേതൃപാടവമുള്ളവർ എന്ന നിലയ്ക്കായിരിക്കണം അദ്ദേഹം മമ്മൂട്ടിയോ മോഹൻലാലോ വരണം എന്ന് പറയുന്നത്. തന്നെയുമല്ല, അതിൽ തെറ്റിദ്ധാരണയില്ല തിയോഫിൻ. കാരണം മമ്മൂട്ടിയും മോഹൻലാലും സിനിമാ സംഘടനയ്ക്കുള്ളിൽ നിന്നും സിനിമാ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഏത് രീതിയിലാണ് എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു മുതിർന്ന ആളുടെ സ്ഥാനത്ത് നിന്ന് പരസ്പരം സംസാരിച്ച് പരിഹരിച്ച സെറ്റിൽ ചെയ്തുകൊണ്ട് പോകുന്ന മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നമ്മൾ പല വിഷയങ്ങളും കണ്ടതാണ്. നമുക്കതിലൊരു അഭിപ്രായ വ്യത്യാസമോ തെറ്റിദ്ധാരണയോ ഒന്നുമില്ല. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത വരുമ്പോൾ അത് ശ്വേതയ്ക്ക് കഴിയില്ലേ, മമ്മൂട്ടിയും മോഹൻലാലും മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ആശങ്കയുണ്ടല്ലോ. അത്തരത്തിലുള്ള ആശങ്ക വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകുന്നുണ്ട്. അതിൻ്റെ പേരിലാണ്, കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ, ഒരു വനിത വരുന്നു എന്നതിൻ്റെ അത് ചോദ്യം ചെയ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചത് മാത്രമാണ് ഞാൻ. വിനിഷ, തീർച്ചയായും. അതായത് അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. വിനയൻ പറഞ്ഞ വാക്കിൽ നിന്ന് ശ്വേതാ മേനോൻ നേതൃനിരയിലേക്ക് വരുന്നതിനോടൊരു എതിർപ്പല്ല അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ വനിത ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ വരുമ്പോൾ ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ പലതരത്തിലുള്ള ഒരു പക്ഷേ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരു കേസ് മാറ്റുമായി മുന്നോട്ട് പോവുകയും അവരെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരമുള്ള ശ്രമങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് സൂചിപ്പിച്ചായിരിക്കണം അദ്ദേഹം അത് എടുത്തു പറഞ്ഞത്. എന്തായാലും ആ സംഘടന എന്ന് പറയുന്നത് ഒരു തകർച്ചയിലേക്ക് പോകാതെ നിലനിർത്തേണ്ട ആവശ്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വിനിഷ, ശരി. ഏതായാലും ഓഗസ്റ്റ് 15-ാം തീയതി അമ്മ ഭാരവാഹി സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ അമ്മ സംഘടനയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. തിയോഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.